പ്രിയപ്പെട്ട കുട്ടികളെ, ഡെൽറ്റ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സൊല്യൂഷനിലെ ലെറ്റർ സക്സസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ ഫോളോയിങ് ടേംസ് ആൻഡ് ആൻസർ ദ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ഇവിടെ ABCD എന്ന് പറഞ്ഞിട്ട് 4 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട അതിനെ ഡിഫൈൻ ചെയ്തതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞത്. അതിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് സൊല്യൂട്ടാണ്. സൊല്യൂട്ട് എന്താണെന്നാണ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കാം. ദ സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോൾവ്സ് ഈസ് കോൾഡ് സൊല്യൂട്ട്. അതായത് എന്താണോ ഡിസോൾവ് ചെയ്യുന്നത്, ആ ഡിസോൾവ് ചെയ്യുന്ന സബ്സ്റ്റൻസിനാണ് സൊല്യൂട്ട് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ സാൾട്ട് സൊല്യൂഷനാണ് എടുക്കുന്നതെങ്കിൽ വാട്ടറിൽ സാൾട്ട് ഡിസോൾവ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സാൾട്ടിനെ സൊല്യൂട്ട് എന്നും വാട്ടറിനെ നമ്മൾ സോൾവെൻ്റ് എന്നുമാണ് വിളിക്കുന്നത്. പിന്നെ അതിലൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, വാട്ട് ഈസ് ദ സൊല്യൂട്ട് ഇൻ സോഡ വാട്ടർ. സോഡ വാട്ടറിലെ സൊല്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് നമുക്ക് സോഡ വാട്ടർ കിട്ടുന്നത്. ദെൻ നെക്സ്റ്റ് B, സോൾവെൻറ്റ്. സോൾവെൻറ്റ് എന്താണെന്നാണ് ഡിഫൈൻ ചെയ്യേണ്ടത്. ദ സബ്സ്റ്റൻസ് ഇൻ വിച്ച് ദ സൊല്യൂട്ട് ഡിസോൾവ്സ് ഈസ് കോൾഡ് സോൾവെൻറ്റ്. അതായത് ഏതിലാണോ സൊല്യൂട്ട് ഡിസോൾവ് ആവുന്നത് അതിനെയാണ് നമ്മൾ സോൾവെൻ്റ് എന്ന് പറയുന്നത്. ദെൻ നെയിം ദ സോൾവെൻറ്റ് ദാറ്റ് ഡിസോൾവ് കോമൺ സാൾട്ട്. കോമൺ സാൾട്ട് ഡിസോൾവ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ അതിൻ്റെ ആൻസർ വാട്ടറാണ്. ദെൻ C, സൊല്യൂഷൻ. അവിടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സബ്സ്റ്റൻസ് ഫോംഡ് വെൻ എ സൊല്യൂട്ട് ഡിസോൾവ്സ് ഇൻ എ സോൾവെൻറ്റ്. അതായത് ഒരു സൊല്യൂട്ട് ഒരു സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സബ്സ്റ്റൻസാണ് സൊല്യൂഷൻ. ദെൻ അവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡൈല്യൂട്ട് സൊല്യൂഷൻ ആൻഡ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. A solution containing a small amount of solute is known as dilute solution, and the one which contain a large amount of solute is known as concentrated solution. അതായത് ഒരു സൊല്യൂഷനിൽ സൊല്യൂട്ടിൻ്റെ എമൗണ്ട് കുറവാണെങ്കിൽ അതിനെ ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്നും സൊല്യൂട്ടിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അതിനെ നമ്മൾ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ് D, സോല്യൂബിലിറ്റി. സോല്യൂബിലിറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. The amount of solute in grams required to saturate 100 gram of a solvent at a given temperature is the solubility of the solute in that solvent. അതായത് 100 ഗ്രാം സോൾവെൻറ്റിനെ സാച്ചുറേറ്റഡ് ആക്കാൻ വേണ്ടി എത്ര ഗ്രാം സൊല്യൂട്ട് വേണമെന്ന് പറയുന്നതിന്, അല്ലെങ്കിൽ ആ സൊല്യൂട്ടിൻ്റെ ഗ്രാമിലുള്ള അളവിനാണ് നമ്മൾ സോല്യൂബിലിറ്റി എന്ന് പറയുന്നത്. അതായത് 100 ഗ്രാം സോൾവെൻറ്റിനെ സാച്ചുറേറ്റഡ് ആക്കാൻ എത്ര ഗ്രാം സൊല്യൂട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ എമൗണ്ട് ഓഫ് സൊല്യൂട്ടാണ് സോല്യൂബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ എക്സ്പ്ലെയിൻ വാട്ട് ഈസ് മീൻ ബൈ ദ സോല്യൂബിലിറ്റി ഓഫ് കോപ്പർ സൾഫേറ്റ് അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ്. അതായത് 25 ഡിഗ്രി സെൽഷ്യസിൽ കോപ്പർ സൾഫേറ്റിൻ്റെ സോല്യൂബിലിറ്റി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. ദെൻ ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് കോപ്പർ സൾഫേറ്റ് റിക്വയർഡ് ടു സാച്ചുറേറ്റ് ദ 100 gram of water at 25 degrees Celsius. Then second question, how much water in milliliter is needed to dissolve 200 gram potassium nitrate for preparing a solution having a concentration of 20%. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എത്ര മില്ലി ലിറ്റർ വാട്ടറാണ് ആവശ്യമുള്ളത് എന്നാണ്. അതായത് 200 ഗ്രാം പൊട്ടാസ്യം നൈട്രേറ്റിനെ പ്രിപ്പയർ ചെയ്യാൻ, പൊട്ടാസ്യം നൈട്രേറ്റ് സൊല്യൂഷനെ പ്രിപ്പയർ ചെയ്യാൻ, അതായത് അതിൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 20% ആണ്. മാസ് പെർസെൻറ്റേജ് ആണ് തന്നിട്ടുള്ളത്. അതിൽ നമ്മൾ കാണേണ്ടത് എത്ര മില്ലി ലിറ്റർ വാട്ടർ ആവശ്യമുണ്ടെന്നാണ്. എമൗണ്ട് ഓഫ് സോൾവെൻ്റ് ആണ് ഇവിടെ കാണേണ്ടത്. ഇത് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ. എമൗണ്ട് ഓഫ് പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 200 ഗ്രാം ആണ്. ദെൻ വോളിയം ഓഫ് വാട്ടർ നമുക്കറിയില്ല, അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അത് നമുക്ക് X എന്ന് എടുക്കാം. ദെൻ മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 200 + X, അതായത് സോൾവെൻറ്റിൻ്റെയും സൊല്യൂട്ടിൻ്റെയും മാസ് കൂട്ടിയിട്ടാണ് നമ്മൾ മാസ് ഓഫ് സൊല്യൂഷൻ എടുക്കുന്നത്. ദെൻ മാസ് പെർസെൻറ്റേജ് ഓഫ് ദ സൊല്യൂഷൻ 20% ആണ്. ദെൻ നമുക്ക് മാസ് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 ആണ്. ദെൻ പെർസെൻറ്റേജ് ഈക്വൽ ടു 200 ഡിവൈഡഡ് ബൈ 200x. മാസ് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. മാസ് പെർസെൻറ്റേജ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 ആണ്. അപ്പോൾ ഇവിടെ മാസ് ഓഫ് സൊല്യൂട്ട് നമുക്ക് തന്നിട്ടുണ്ട് 200 ആണ്. 200 ബൈ മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂട്ട് പ്ലസ് സോൾവെൻ്റ് ആണ്. സോ
200 plus x. So 200 divided by 200 plus x into 100 equal to 20%. അതായത് 200നെ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 20,000 എന്ന് വരും. ദെൻ 20,000 ഡിവൈഡഡ് ബൈ 200 പ്ലസ് എക്സ് ഈക്വൽ ടു 20. ദെൻ 20,000 ഡിവൈഡഡ് ബൈ 20 ഈക്വൽ ടു 200 പ്ലസ് എക്സ്. ദെൻ 20,000നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 1000 ആണ് കിട്ടുക. 1000 ഈക്വൽ ടു 200 പ്ലസ് എക്സ് എന്ന് വരും. ദെൻ 1000 മൈനസ് 200 ഈക്വൽ ടു എക്സ്. ദാറ്റ്സ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 800 ml ആണ് ആൻസർ കിട്ടുക. അതായത് ദി എമൗണ്ട് ഓഫ് സോൾവെൻറ്റ് ഈക്വൽ ടു 800 ml. Third question. You must have seen that if sodium metal or sodium chloride salt is placed in water, it disappears. Do the two changes occurs in the same way? Justify your answer. അതായത് നമുക്കറിയാം സോഡിയം ക്ലോറൈഡോ അല്ലെങ്കിൽ സോഡിയം മെറ്റലോ വാട്ടറിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ വാട്ടറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഡിസപ്പിയർ ആവും. ഈ രണ്ട് ചേഞ്ചസും ഒരേപോലെയാണോ നടക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജസ്റ്റിഫൈ യുവർ ആൻസർ. നമുക്കറിയാം when sodium metal dissolve in water it will disappear due to a chemical reaction. Here take place a chemical change. അതായത് സോഡിയം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുക എന്നുള്ളത് ഒരു കെമിക്കൽ ചേഞ്ചാണ് നടക്കുന്നത്. But when dissolve salt in sodium chloride salt in water, it will disappear due to a physical change. Then fourth question. A solution of sodium chloride is given. Suggest a simple method to prove whether the solution is saturated or unsaturated. അതായത് നമുക്കൊരു സോഡിയം ക്ലോറൈഡിൻ്റെ സൊല്യൂഷൻ തന്നിട്ടുണ്ട്. ആ സൊല്യൂഷൻ സാച്ചുറേറ്റഡ് ആണോ അൺസാച്ചുറേറ്റഡ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു സിമ്പിൾ മെത്തേഡ് സജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ആഡ് എ ലിറ്റിൽ മോർ സോഡിയം ക്ലോറൈഡ് ഈസ് ആഡഡ് ടു ദ സൊല്യൂഷൻ ആൻഡ് സ്റ്റിർ. ഇഫ് ഇറ്റ് ഡിസോൾവ് ഇറ്റ് ഈസ് ആൻ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അതായത് ഈ ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ കുറച്ചുകൂടെ സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നല്ലപോലെ ഇളക്കി റെഡിയാക്കുന്ന സമയത്ത് ഇത് ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു അൺസാച്ചുറേറ്റഡ് സൊല്യൂഷനാണ്. ഇഫ് ഇറ്റ് റിമെയിൻസ് അൺഡിസോൾവ്ഡ്, ഇഫ് സോ ഇറ്റ് വുഡ് ബി എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അതായത് നമ്മൾ വീണ്ടും സാൾട്ട് ആഡ് ചെയ്തതിന് ശേഷം അത് ഡിസോൾവ് ചെയ്യാതെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതൊരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണെന്ന്. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. സപ്പോസ് വി വാണ്ട് ടു ചേഞ്ച് എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ടു ആൻ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. സജസ്റ്റ് എനി ടു മെത്തേഡ്സ്. അതായത് ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷനെ ഒരു അൺസാച്ചുറേറ്റഡ് സൊല്യൂഷനാക്കി മാറ്റുകയാണെങ്കിൽ നമ്മൾ അതിനുള്ള രണ്ട് മെത്തേഡ് സജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ ആഡ് മോർ സോൾവെൻറ്റ് അല്ലെങ്കിൽ എക്സസ് സോൾവെൻറ്റ്, നമ്മൾ കുറച്ചുകൂടെ എന്ത് ചെയ്യുക, സോൾവെൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ മറ്റൊരു ആൻസറായിട്ട് വരുന്നത് ഹീറ്റ് ദ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഇൻ ഹൈ ടെമ്പറേച്ചർ. അതായത് നല്ല പോലെ ചൂട് കൊടുത്തിട്ട് തന്നെ ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ ചൂടാക്കുകയാണെങ്കിലും അതിനെ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും, അതിനൊരു സാച്ചുറേറ്റഡ് സൊല്യൂഷനാക്കി മാറ്റാൻ പറ്റും. ദെൻ 6. The solubility of certain salt in a saturated solution prepared in 100 gram water at different temperature is tabulated below. അതായത് വ്യത്യസ്ത ടെമ്പറേച്ചറിൽ ചെയ്തിട്ടുള്ള ചില സാൾട്ടുകളുടെ സാച്ചുറേറ്റഡ് സൊല്യൂഷനാണ്. 100 ഗ്രാം വാട്ടറിൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന സാച്ചുറേറ്റഡ് സൊല്യൂഷൻ്റെ ഒരു ടേബിളാണ്, അതിൻ്റെ സോലിബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ടേബിളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ എന്താണെന്ന്. വിച്ച് സാൾട്ട് ഷോസ് ദ മാക്സിമം സോലിബിലിറ്റി അറ്റ് ലോ ടെമ്പറേച്ചർ. ലോ ടെമ്പറേച്ചറിൽ ഏത് സാൾട്ടാണ് ഏറ്റവും കൂടുതൽ സോലിബിലിറ്റി കാണിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ടേബിൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം, സോഡിയം ക്ലോറൈഡാണ്. ദെൻ ബി. ഹൗ ഡസ് സോലിബിലിറ്റി ചേഞ്ച് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് സോലിബിലിറ്റി ഓൾസോ ഇൻക്രീസസ്. അല്ലേ, ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് സോലിബിലിറ്റിയും കൂടുന്നുണ്ട്. ദെൻ സി. വാട്ട് ഈസ് ദി എമൗണ്ട് ഓഫ് സൊല്യൂട്ട് റിക്വയർഡ് ടു പ്രിപ്പയർ എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് പൊട്ടാസ്യം നൈട്രേറ്റ് ഇൻ 50 gram വാട്ടർ അറ്റ് 40 degree Celsius. അതായത് 40 degree Celsiusൽ 50 gram പൊട്ടാസ്യം നൈട്രേറ്റ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എത്ര സൊല്യൂട്ടാണ് നമുക്ക് ആവശ്യമുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 31 gram ആയിരിക്കും. ആ 31 gram കിട്ടിയിട്ടുള്ളത്, അതായത് 40 degree Celsiusൽ പൊട്ടാസ്യം നൈട്രേറ്റ് 100 gram പ്രിപ്പയർ ചെയ്യണമെങ്കിൽ 62 ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 50 ഗ്രാമാണ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി, 31 gram. ദെൻ ഡി. വിച്ച് സാൾട്ട് ഗിവൺ ഇൻ ദ ടേബിൾ ഡസ് നോട്ട് ഷോ മച്ച് ഡിഫറൻസ് ഇൻ സോളിബിലിറ്റി
വിത്ത് വാരിയിങ് ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചർ വ്യത്യാസപ്പെടുന്ന സമയത്ത് സോലിബിലിറ്റിയിൽ വലിയ വ്യത്യാസം കാണിക്കാത്ത സാൾട്ട് ഏതാണെന്നാണ് ചോദിച്ചത്. ടേബിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. അവിടെ സോഡിയം ക്ലോറൈഡാണ്. Then 7th question, haven't you noticed the instruction shake well before use in bottles containing container medicines? അല്ലേ, അതായത് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന മരുന്നിൻ്റെ അല്ലെങ്കിൽ ബോട്ടിലെ ആ മരുന്നിൻ്റെ മേലെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും, ഷേക്ക് വെൽ ബിഫോർ യൂസ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ നല്ലപോലെ ഷെയ്ക്ക് ചെയ്യാനാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് 2 ക്വസ്റ്റ്യനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്, ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് കാറ്റഗറീസ് ഡു ദ മെഡിസിൻ ബിലോങ്? ഈ മെഡിസിൻ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഇത് സസ്പെൻഷനാണ് ഈ മെഡിസിൻ. ദെൻ വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ഇൻസ്ട്രക്ഷൻ ഓൺ ദ ലാബൽ? ഈ ലാബലിലെ ഇൻസ്ട്രക്ഷൻ്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ കമ്പോണൻസ് ഇൻ എ സസ്പെൻഷൻ വിൽ സെറ്റിൽ ഡൗൺ ഇഫ് കീപ്പിംഗ് ഇറ്റ് അൺഡിസ്റ്റർബ്ഡ് ഫോർ സം ടൈം. നമ്മൾ കുറച്ച് സമയം അനക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സസ്പെൻഷൻ്റെ പ്രോപ്പർട്ടി പറയുന്നുണ്ട്, അത് സെറ്റിൽ ഡൗൺ ആവും. ഇഫ് ഷേക്കൺ വെൽ ബിഫോർ യൂസ് ദ കമ്പോണൻസ് വിൽ ബി ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട്. അല്ലേ, അപ്പോൾ നമ്മൾ ഇതേപോലെ നല്ലപോലെ ഷേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. ദെൻ 8th ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ആൻഡ് ടാബുലേറ്റ് ദ മിക്സ്ചേഴ്സ് ഗിവൺ ബിലോ. അവിടെ കുറേ മിക്സ്ചേഴ്സ് തന്നിട്ടുണ്ട്, അവിടെ 3 ടേബിളും തന്നിട്ടുണ്ട്. അതിനെ 3 ടേബിളിലായിട്ട് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ടേബിളിൽ വരുന്നത് ട്രൂ സൊല്യൂഷനാണ്, ദെൻ സസ്പെൻഷൻ, കൊളോയിഡ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ട്രൂ സൊല്യൂഷനിൽ അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഗോൾഡ് ഓർണമെൻറ്റ്സ് ആണ്, ദെൻ ഡൈല്യൂട്ട് ആസിഡ്, ദെൻ അമാൽഗം ആൻഡ് ലൈം വാട്ടർ. ദെൻ സസ്പെൻഷനിൽ അതിൽ വരുന്നത് മഡ്ഡി വാട്ടർ, ആയുർവേദിക് ഡിക്കോഷൻ. ദെൻ കൊളോയിഡ് വരുന്നത് റൈസ് സ്റ്റാർച്ച് വാട്ടർ, സ്മോക്ക്, ഇങ്ക് ആൻഡ് മയോണൈസ്. അപ്പോൾ ഇത് ക്ലാസിഫൈ ചെയ്യുക. ഈ ടേബിൾ, ഈ എക്സാമ്പിൾ നല്ലപോലെ പഠിച്ചു വെക്കാതെ എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ് ഇതേപോലെ ക്ലാസിഫിക്കേഷൻ. ദെൻ അതിൽ 9th ക്വസ്റ്റ്യൻ ഒരു ഗ്രാഫാണ് തന്നിട്ടുള്ളത്. ദ സോലിബിലിറ്റി ഓഫ് 3 അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ഇൻ വാട്ടർ ഈസ് ഗിവൺ ഇൻ ദ ഗ്രാഫ് ബിലോ. ആ ഗ്രാഫ് നല്ലപോലെ നോക്കിയതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതിൽ ക്വസ്റ്റ്യൻ, വിച്ച് ഗ്യാസ് ഷോസ് മാക്സിമം സോലിബിലിറ്റി ഇൻ വാട്ടർ? ആ ഗ്രാഫ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. വാട്ട് ഈസ് ദ സോലിബിലിറ്റി ഓഫ് ഓക്സിജൻ അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ്? അതിൽ ഓക്സിജൻ്റെ സോലിബിലിറ്റി എത്രയാണ്? 0.004 ആണ്. Then C, what is the change in the solubility of gases as temperature increases? അതായത് അവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഗ്യാസിൻ്റെ സോലിബിലിറ്റിക്ക് എന്ത് വ്യത്യാസമാണ് സംഭവിക്കുന്നത്? ദെൻ വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് സോലിബിലിറ്റി ഇൻക്രീസസ്. സജസ്റ്റ് എ മെത്തേഡ് ടു ഇൻക്രീസ് ദ സോലിബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ വാട്ടർ. അതായത് കാർബൺ ഡൈ ഓക്സൈഡിൽ വാട്ടറിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സോലിബിലിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് സജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡിസോൾവ് ഇൻ ഹൈ പ്രഷർ. അല്ലേ, നല്ല പ്രഷർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം കാർബൺ ഡൈ ഓക്സൈഡിനെ ഡിസോൾവ് ചെയ്യിക്കാൻ പറ്റും. ദെൻ പ്രിപ്പയർ എ നോട്ട് ഓൺ ദ സോലിബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ വാട്ടർ കമ്പയർഡ് വിത്ത് ദാറ്റ് ഓഫ് സോളിഡ്സ്. അതായത് സോളിഡിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഗ്യാസിൻ്റെ വാട്ടറിലുള്ള സോലിബിലിറ്റിനെ കുറിച്ച് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. Then answer, solids are generally very soluble in water. As the temperature increases, the solubility also increases. നമുക്കറിയാം സോളിഡ്സ് പൊതുവായിട്ട് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ നല്ലപോലെ വാട്ടറിൽ സോല്യൂബിൾ ആകുന്ന സബ്സ്റ്റൻസ് ആണ്. ഹൗവർ ഗ്യാസസ് ആർ ജനറലി ഓൺലി സ്ലൈറ്റ്ലി സോല്യൂബിൾ ഇൻ വാട്ടർ. പക്ഷേ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ മാത്രമാണ് വാട്ടറിൽ സോല്യൂബിൾ ആയിട്ടുള്ളത്. ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ സോല്യൂബിലിറ്റി ഓഫ് ഗ്യാസസ് ഡിക്രീസസ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഗ്യാസിൻ്റെ സോലിബിലിറ്റി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ വാട്ട് മേ ബി ദ ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഇൻ നാച്ചുർ ഇഫ് ഓക്സിജൻ ഷോസ് മോർ സോലിബിലിറ്റി ഇൻ വാട്ടർ? പ്രിപ്പയർ എ നോട്ട്. അതായത് ഓക്സിജൻ വാട്ടറിൽ കൂടുതൽ സോലിബിലിറ്റി കാണിക്കുകയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ ലിമിറ്റഡ് സോലിബിലിറ്റി ഓഫ് ഓക്സിജൻ ഇൻ വാട്ടർ ഈസ് യൂസ്ഫുൾ ഫോർ ബയോളജിക്കൽ പ്രോസസ്. അല്ലേ, അതായത് ഓക്സിജൻ്റെ സോലിബിലിറ്റി ലിമിറ്റഡ് ആണെങ്കിൽ, വാട്ടറിലുള്ള സോലിബിലിറ്റി ലിമിറ്റഡ് ആണെങ്കിൽ അത് ബയോളജിക്കൽ പ്രോസസ്സിനൊക്കെ ആവശ്യമാണ്. ബട്ട് ഇഫ് ഓക്സിജൻ ഡിസോൾവ്സ് ഇൻ എക്സസ് ഇൻ വാട്ടർ ഇറ്റ് വിൽ അഫക്റ്റ് ദ ബാലൻസ് ഓഫ് നാച്ചർ. അല്ലേ, അധികമായിട്ടാണ് വാട്ടറിൽ ഓക്സിജൻ ഡിസോൾവ് ചെയ്യുന്നത് എങ്കിൽ അതെന്ത് ചെയ്യും? നാച്ചുറിൻ്റെ ബാലൻസിനെയൊക്കെ ബാധിക്കും. If atmospheric oxygen is dissolved in large quantities, the direct availability of oxygen will decrease. The life process will affect.
അതായത് ഈ അറ്റ്മോസ്ഫിയറിക് ഓക്സിജനൊക്കെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെ ഒരുപാട് ബാധിക്കും അല്ലേ. നമുക്ക് ഓക്സിജൻ കിട്ടാത്ത ഒരവസ്ഥ വരും. അപ്പോൾ നമ്മളെ നാച്ചുറൽ പ്രോസസ്സിനെയൊക്കെ അല്ലെങ്കിൽ ഈ ലൈഫ് പ്രോസസ്സിനെ മൊത്തം എന്ത് ചെയ്യും, അഫക്റ്റ് ചെയ്യും. Then 10th question, a small crystal of copper sulfate is suspended in a supersaturated solution and an unsaturated solution of copper sulfate. What will be the observation on the next day? നമുക്കറിയാമല്ലേ, ഗ്രോയിങ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിൽ ഒരു സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കോപ്പർ സൾഫേറ്റിൻ്റെ ക്രിസ്റ്റൽ വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ്. അപ്പോൾ എന്താ റിസൾട്ടാണ് ഒരു സൂപ്പർ സാച്ചുറേറ്റഡിൽ വെക്കുമ്പോഴും അൺസാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ വെക്കുമ്പോഴും സംഭവിക്കുന്നത്. അതിൻ്റെ ആൻസർ, ക്രിസ്റ്റൽസ് ഓഫ് കോപ്പർ സൾഫേറ്റ് വിൽ ഗ്രോ ഇൻ എ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. നമുക്കറിയാം സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് അത് കൂൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത് കൊണ്ട് ആ ക്രിസ്റ്റൽ വലുതായിട്ട് വരും. ഇൻ ആൻ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ ദ ക്രിസ്റ്റൽ ഡിസോൾവ് ഇൻ ദ സൊല്യൂഷൻ. ഒരു അൺസാച്ചുറേറ്റഡ് സൊല്യൂഷനിലാണ് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്രിസ്റ്റൽ എന്ത് ചെയ്യും, അതിൽ ഡിസോൾവ് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ആർ സ്റ്റെബിലൈസേഴ്സ് യൂസ്ഡ് ഇൻ സോഫ്റ്റ് ഡ്രിങ്ക്സ്? അല്ലേ, എന്തിനാണ് സോഫ്റ്റ് ഡ്രിങ്കിലൊക്കെ സ്റ്റെബിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത്? സ്റ്റെബിലൈസേഴ്സ് ആർ യൂസ്ഡ് ടു പ്രിവെൻറ്റ് പാർട്ടിക്കിൾസ് ഫ്രം സെറ്റിംഗ് ഇൻ ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്. ആർട്ടിഫിഷ്യൽ ഡ്രിങ്കിൽ സെറ്റിംഗ് ഡൗൺ ചെയ്യുന്നതിന് വേണ്ടി തടയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റെബിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്ക് പറയുന്നുണ്ട്, ദ കെമിക്കൽസ് ആഡഡ് ടു ബിവറേജസ് ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ദ സെറ്റിംഗ് ഓഫ് പാർട്ടിക്കിൾ ആർ കോൾഡ് സ്റ്റെബിലൈസേഴ്സ്. പാർട്ടിക്കിൾസിൻ്റെ സെറ്റിൽ ഡൗൺ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്ന കെമിക്കൽസിനാണ് സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സോഫ്റ്റ് ഡ്രിങ്കിലൊക്കെ സ്റ്റെബിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത്, അതായത് ടു പ്രിവെൻറ്റ് ദ സെറ്റിലിംഗ് ഡൗൺ. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ ലെറ്റർ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എക്സാമിന് ഈ ഒരു ടോപ്പിക്ക് കൂടെ ആവശ്യമുണ്ട്. സോ നല്ലപോലെ പഠിക്കുക. ദെൻ ഇതേപോലെ എൻ്റെ ക്ലാസ്സുകൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണണമെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.